സിനിമാ രംഗത്തെ ഒരു പുതിയ അധ്യായം എഴുതാൻ നമ്മൾ ഒരുങ്ങുകയാണ്. ആഗോളതലത്തിൽ പുതിയ ഒരു സിനിമാ സംസ്കാരം ഗ്ലോബൽ മലയാളം സിനിമയുടെ സാക്ഷാത്കരിക്കപ്പെടുകയാണ്. ആ പിറവി ഇന്ന് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുകയാണ്. സിനിമാ നിർമ്മാണവും വിതരണവും OTT ചാനൽ എന്നിവ ലക്ഷ്യമാക്കി ആരംഭിക്കുന്ന ഗ്ലോബൽ മലയാളം സിനിമാ കമ്പനിയുടെ ഉദ്ഘാടനം മാത്രമല്ല, മറിച്ച് ലോകത്തിലെ ആദ്യ മെഗാ ഡോക്യുമെന്ററി പരമ്പരയുടെ ചിത്രീകരണത്തിന്റെ സ്വിച്ച് ഓൺ ചടങ്ങും താരങ്ങളുള്ള സിനിമകൾ പോലും OTT-യിൽ കാര്യമായിട്ട് പോകുന്നില്ല. അപ്പോൾ ഇതിന് ചെറിയ സിനിമകളുടെ കാര്യം നോക്കും, എത്രയോ സിനിമകൾ ഇതിലെ പെൻഡിങ്. OTT ചാനൽ എന്ന് പറയുന്നത് തട്ടിപ്പായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. ഇനി ഒരു OTT ചാനൽ ഒന്ന് ഉണ്ടാക്കി തരാനായിട്ട്, ഒന്ന് പ്രോഗ്രാം ചെയ്ത് തരാനായിട്ട് ആരോടെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിലും പുതിയൊരു തുടക്കം കുറിക്കുമ്പോൾ അതിൽ മലയാള സിനിമയുടെയും നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനവുമായ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് വി കമാൽ പാഷ സാറും, ഏതായാലും നല്ല കലാകാരന്മാർ എങ്ങനായാലും ശരി, അവർ കലാകാരന്മാർ തന്നെയാണ്. അതിന് വലിയ പ്രശസ്തിയൊക്കെ പുറകെ വരും. അല്ലാതെ ആദ്യം വലിയ പ്രശസ്തരെ മാത്രം വെച്ചുകൊണ്ട് നടന്ന ഈ പാവങ്ങളൊക്കെ എന്ത് ചെയ്യും? പിന്നെ ആരാ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത്? അതുകൊണ്ട് അവര് തുളതീളം കുറയ്ക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവരെ വെച്ചെടുക്കാൻ വേണ്ടി എടുത്തോട്ടെ, തീർന്നു. അത് മതി എന്ന് വെക്കണം. ബാക്കി അല്ലാത്ത ആളുകൾ വെച്ചത് എടുത്താൽ പോരെ. ഏതായാലും അതിനെക്കുറിച്ച് വിവാദപരമായ കാര്യങ്ങളായതുകൊണ്ട് ഞാൻ കൂടുതലും അതിനെക്കുറിച്ച് പറയുന്നില്ല. കലയല്ലേ ഇത്? പക്ഷേ അതിനെങ്ങാണ് ഇവിടെ വില വല്ലതും കൊടുക്കുന്നുണ്ടോ? ഒന്നുമില്ല. ആ രീതിയിലാണ് പോകുന്നത്. അങ്ങനെ കൊടുക്കണം. ആ രീതിയിലുള്ള ഒരു സംവിധാനമായിരിക്കണം നമുക്കുണ്ടാവേണ്ടത്. അതിന്റെ ഒരു നാന്ദി കുറിക്കുന്ന ഒരു സംഭവമാണ് ഈ ഡോക്യുമെന്ററി എന്ന് പറയുന്നത്. കാരണം നമ്മുടെ കല, സംസ്കാരം ഇതെല്ലാം വെളിയിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ നാട് എന്താണ്, അവിടെ എന്തൊക്കെ കാണാനുണ്ട്, ഇതെല്ലാം ഒന്ന് കൃത്യമായിട്ട് കൊണ്ടുവരാൻ പറ്റിയ ഒരു സംവിധാനമാണ് ആദ്യമായിട്ടുണ്ടാവുന്നതാണ്. അഭിനയത്തിന് പുറമെ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിനെ വിളിച്ചിട്ട്, ചേട്ടാ പൈസ എഴുതും ചേട്ടാ, വാങ്ങ കൊടുക്കാതെ ചേട്ടാ ആശുപത്രിയിൽ പോകണം ചേട്ടാ, ഹോസ്പിറ്റലിൽ പോകണം. നമ്മൾ വിചാരിക്കും ആരോടെങ്കിലും കട ചോദിക്കുകയാണ്. നല്ല നമ്മൾ ചെയ്ത ജോലിയുടെ പൈസ ചോദിക്കുന്നതാണ് ഇങ്ങനെ. അപ്പൊ ആ തരത്തിലാണ് ഞങ്ങളുടെയൊക്കെ ഒരു ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇതിനിടയ്ക്കാണ് അപ്പോൾ ആരോ പറഞ്ഞ പോലെ പെണ്ണിനും ചെറുക്കനും ലിമോസിൻ അറേഞ്ച് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് കല്യാണത്തിന് വന്ന ബാക്കി ആർക്കും വണ്ടിയില്ല, നിങ്ങൾ എല്ലാവരും നടന്നു പോയിക്കോ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു നടി പെട്ടെന്ന് വലിയൊരു ഗായിക പാടാൻ വന്നു, അപ്പൊ അവർക്ക് പൈസ കൊടുക്കേണ്ടി വന്നു. അതുകൊണ്ട് കൂടെ പാടുന്ന ആൾക്ക് പൈസ ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ അവര് കൊണ്ട് പണിയാ പോരെ എന്ന് ചോദിക്കുന്ന തരം വർത്തമാനങ്ങളാണ്. അപ്പൊ പ്രധാനപ്പെട്ട ആൾക്കാർക്ക് പണം കൊടുക്കേണ്ടി വരുമ്പോൾ ബാക്കിയുള്ളവർക്ക് പണമില്ല. അപ്പൊ അതിന് പുറമെ ആർട്ടിസ്റ്റുകളുടെ പണം കുറയ്ക്കണം എന്ന് പറയുമ്പോൾ പ്രായോഗികമായി സംഭവിക്കുന്നത് ഞങ്ങളെപ്പോലുള്ളവരുടെ പണം ഇനിയും താഴ്ത്തുക എന്നുള്ളതാണ്. അപ്പൊ അവിടെയാണ് ഈ കാര്യങ്ങൾ ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് നല്ല സിനിമ ചെയ്യാനായി ഒരു സംരംഭകൻ ഗ്ലോബൽ മലയാളം, ഞാൻ ഈ പേര് ഇതിനു മുമ്പ് പോയിട്ടില്ല. ഇവിടെയും ഉള്ളിൽ ഈ നന്മയും തിന്മയും ഒക്കെ ഉണ്ട്, ആണിലും ഉണ്ട് പെണ്ണിലും ഉണ്ട്. അങ്ങനെ ഒരു നന്മ മരം അങ്ങനെ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ടാണ് നമുക്കൊക്കെ അഭിനയിക്കാനും ഒക്കെ പറ്റുന്നത്. നമ്മുടെ ഉള്ളിൽ തന്നെ, നമ്മുടെ തലച്ചോറിൽ തന്നെ പുലിയുണ്ട്, പൂച്ചയുണ്ട്, മുയലുമുണ്ട്, കടുവയുണ്ട്, സിംഹമുണ്ട്, പാമ്പുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഇതിനെയൊക്കെ കണ്ടെത്തിയാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ കഥാപാത്രങ്ങളെയൊക്കെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നല്ല വ്യക്തിയെ വിളിച്ചു എന്നുള്ള തെറ്റിദ്ധാരണ അങ്ങേക്ക് വേണ്ട. ഞാനൊരു സാധാരണ സ്ത്രീയാണ്. സിനിമയിൽ അഭിനയിക്കുന്നത്, നാടകരംഗത്തുനിന്ന് വന്നു അഭിനയിക്കാൻ വലിയ ഇഷ്ടമാണ്. പാടിയ ഒരു സീൻ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. എത്ര ആർദ്രമായിരുന്നു ആ മുഹൂർത്തങ്ങളെന്ന് ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഹരിഗോവിന്ദൻ പാടി ആർദ്രമായ ഈ മുഹൂർത്തത്തെ ഞാൻ വീണ്ടും ഓർക്കുകയായിരുന്നു. സംഘടനയുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് കേട്ടോ. നടനാണ്, സംവിധായകനാണ്. 2.5 മണിക്കൂർ സംസാരിക്കണമെന്ന് പറഞ്ഞ് തന്നെ സംസാരം ചുരുക്കുക എന്നുള്ളതാണ്, അത് മനസ്സിലാക്കണം. അപ്പോൾ ഏറ്റവും വലിയൊരു കാര്യമാണ് ഇപ്പൊ മലച്ചേച്ചിയൊക്കെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, മലയാള സിനിമ ഇവിടുത്തെ നിർമ്മാതാക്കള് നമ്മളോട് പറഞ്ഞേക്കുന്നത് നമ്മൾ സിനിമ നിർത്താൻ പോവാണെന്നാണ്. അപ്പൊ ഇവര് സിനിമ നിർത്തി കഴിഞ്ഞാല് നമ്മളെല്ലാവരും വലിയ പ്രശ്നത്തിലാണ്. അപ്പൊ അങ്ങനെ മാത്രം കരുതിയാൽ മതി. വന്നിരിക്കുകയാണ് നമ്മളെയൊക്കെ വെച്ചിട്ട് സിനിമ ചെയ്യാൻ. പക്ഷെ എനിക്കൊരു കാര്യം പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് ക്ലാപ്പൊക്കെ കൊടുത്തും അടുത്തിട്ടാണ് സിനിമയിലേക്ക് ഇപ്പൊ അഭിനയത്തിലേക്ക് വന്നേക്കുന്നത്. വീണ്ടും എന്നെ ക്ലാസ് ആക്കരുത്, എനിക്കും നല്ല അവസരങ്ങൾ തരണം.
നമുക്ക് എല്ലാവർക്കും വലിയൊരു കാര്യമാണ് അദ്ദേഹം മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് വെച്ചാൽ മലയാളത്തിന് ഓസ്കാർ കിട്ടാൻ ഇതുവരെയും സമയമായിട്ടില്ലാത്തത് കൊണ്ട് സംവിധായകർക്കൊന്നും എന്നെ വിളിച്ച് അഭിനയിപ്പിക്കാനുള്ള ഒരു യോഗമായിട്ടില്ല. അതാവുമ്പോൾ അതും സംഭവിക്കും. അതൊരു പക്ഷേ ജോയ് മാത്യുവിലൂടെ ആയിരിക്കും സംഭവിക്കുക. ജോയ് മാത്യു അറിയാത്തൊരു കാര്യം, ഞാൻ ബ്രിസ്ബെയിനിൽ 16 ദിവസം ഉണ്ടായിരുന്നു. 16 ദിവസം ബ്രിസ്ബെയിനിൽ ഉണ്ടായിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ. അന്ന് ഇങ്ങനെ ജോയ് മാത്യുവിനെ അവിടെ ആരും എന്നെ പരിചയപ്പെടുത്തിയില്ല. അല്ലെങ്കിൽ 3 വർഷം മുമ്പ് എനിക്ക് ഓസ്കാർ കിട്ടിയാണ്. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്താപഹാരി മുരാരേ ദ്വാപര ചന്ദ്രിക ചർച്ചിതമാം നിന്റെ ദ്വാരകാപുരിയവിടെ പീലിത്തിളക്കവും കോലക്കുഴൽ പാട്ടും അമ്പാടിപ്പൈക്കളും എവിടെ ക്രൂരനിഷാദ ശരം കൊണ്ടു നീറുമി നെഞ്ചിലെന്നാത്മപ്രണാമം. ഒരു സ്വപ്നമാണ്. നിങ്ങളെല്ലാവരും എന്നോട് യോജിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ സിനിമാ പാട്ട് കേട്ടാൽ